നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രതിഷേധങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പ്രധാന കാരണം അവിടെ ഒരു യുവ ഡോക്ടറെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സർക്കാരിന് നേരെ നടക്കുന്ന ഒരു പ്രതിഷേധമാണ്. സർക്കാരിന്റെ അനുകൂലികളായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണത്തിൽ നിലനിർത്തുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നുള്ള ആരോപണം അല്ലെങ്കിൽ ആ ഒരു ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ് പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള സർക്കാരിന്റെ നിലപാടുകൾ. അപ്പോൾ ഈ നിലപാടിനെതിരെ പശ്ചിമ ബംഗാളിൽ മാത്രമല്ല അതിന് പുറത്തേക്കും ഡൽഹിയിലും രാജ്യവ്യാപകമായിട്ട് ഒരു പ്രതിഷേധം ഇങ്ങനെ നിരന്തരമായിട്ട് വരികയാണ്. അപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള തൃണമൂൽ ഛാത്ര പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം കണ്ടു. അവർ പറയുന്ന രീതി നോക്കുമ്പോൾ അറിയാം ഇവർ ഇന്ത്യയിലുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണോ, അല്ലെ ഇന്ത്യ രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള കൂറ് ഇവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് സംശയമായി പോകും. സന്ദേശ് ഗാലി പോലെയുള്ള പല പ്രദേശങ്ങളിലും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ജിഹാദി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി അടക്കം പിടിച്ചെടുത്ത് സ്ത്രീകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചുമെല്ലാം ഒരുപാട് വാർത്തകൾ ഉണ്ടായതാണ്. പക്ഷെ സന്ദേശ് ഗാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളടക്കം മൗനം നടിച്ചുകൊണ്ട് ഇതൊക്കെ BJPയുടെ ഗൂഢാലോചനയാണ്, BJP ആണ് ഇതിന് പുറകിൽ എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് BJP അധികാരത്തിൽ പശ്ചിമ ബംഗാളിൽ വരാൻ വേണ്ടിയിട്ട് നടത്തുന്ന പദ്ധതികൾ മാത്രമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മമതാ ബാനർജിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തെ യുവ ഡോക്ടറുടെ കൊലപാതകത്തെ അങ്ങനെ ആക്കാനായിട്ട് നിലവിൽ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ്. അതിന്റെ പേരിൽ ഇവർ രണ്ട് പ്രധാനപ്പെട്ട രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ പ്രധാനപ്പെട്ട രണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഒറ്റ കാര്യം, ഒന്ന്, ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മോദി ചെയ്തു. പശ്ചിമ ബംഗാളിനെ തൊട്ട് കളിച്ചാൽ, പശ്ചിമ ബംഗാളിനെ കത്തിക്കാൻ ശ്രമിച്ചാൽ ഡൽഹി കത്തിക്കുമെന്നാണ് ഇവരുടെ ആദ്യത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, പശ്ചിമ ബംഗാളിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിനോടും അവിടുത്തെ ജനങ്ങളോടും തനിക്ക് പ്രത്യേക സ്നേഹമാണെന്നും ബംഗ്ലാദേശിന്റെ സംസ്കാരമാണ് പശ്ചിമ ബംഗാളിലുള്ളത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബംഗ്ലാദേശിൽ മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ടും വലിയ ശതമാനം 70% മുകളിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളാണ്. ഏകദേശം 70-80 ലക്ഷത്തോളം ആളുകൾ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ട് ഉണ്ട് എന്നുള്ളതും അവർക്ക് സൗജന്യമായിട്ട് ആധാറും റേഷൻ കാർഡും എല്ലാ ഐഡന്റിറ്റികളും ഈ തൃണമൂൽ കോൺഗ്രസ് തന്നെ കൃത്യമായിട്ട് നൽകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഒരുപാട് നാളുകളായിട്ട് വരുന്നതാണ്. അവരുടെ ഇലക്ഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ബംഗ്ലാദേശികളുടെ കൂടി സഹായം ഉണ്ടെങ്കിലേ സാധിക്കൂ എന്നുള്ള നിലപാടാണ് മമതാ ബാനർജിയെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിക്കും. ഇതിനു മുന്നേ ഇവരുടെ പ്രധാന ശത്രുവായിരുന്ന CPM അവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ നൽകുക, ആധാറുകൾ നൽകുക എന്നുള്ള കലാപരിപാടി തന്നെയായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വലിയ വലിയ കൂട്ടമായിട്ട് ബംഗ്ലാദേശികളെ പാർപ്പിക്കുക എന്നുള്ള നയം ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പശ്ചിമ ബംഗാളിൽ ഒരുപാട് നാൾ കളിച്ചതാണ്. അപ്പോൾ ഈ കളി ഇപ്പോൾ നടക്കുന്നില്ല. പരിധിവരെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ തടയാനായിട്ട് കേന്ദ്ര സർക്കാരിനെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ മമതാ ബാനർജിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതിനിടയിലും ഈ ബംഗ്ലാദേശികളെ തങ്ങൾക്കൊപ്പം എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സർക്കാർ പിന്തുണ കൊടുക്കാനൊക്കെ ഇവർക്ക് നിരന്തരമായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളാണ് പല സ്ഥലങ്ങളിലും പശ്ചിമ ബംഗാളിൽ സംഘർഷങ്ങളടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അസം, ഉത്തർപ്രദേശ് അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം കത്തും എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന നടന്നു. ഐ ലവ് യു ബംഗ്ലാദേശ് എന്നുള്ള രീതിയിലാണ് ഈ മമതാ ബാനർജി ബംഗ്ലാദേശിനെ പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും എന്താണ്, 1000-ഓളം ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ 7% താഴെ മാത്രമുള്ള ഹിന്ദു സമൂഹത്തെ എന്തിനാണ് ഏകപക്ഷീയമായിട്ട് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ
ഹിന്ദുക്കളുടെ വീടുകൾ, ആരാധനാലയങ്ങൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം, ബിസിനസ് സ്ഥാപനങ്ങൾ, വാഹനങ്ങളെല്ലാം ചുട്ടിരിക്കുന്നു. പിഞ്ചു കുട്ടികളെ പോലും ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവരത് ചെയ്തിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു ഇതുപോലെയുള്ള പരിപാടികൾ കൃത്യമായിട്ട് ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ നടക്കുന്നു. ഓരോരോ സംഘടനകൾ അവരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിക്കനുസരിച്ചൊക്കെ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കയറുക, അവർ ആക്രമിക്കുക, ഇതായിരുന്നു. അപ്പോൾ ഇതുപോലെ വലിയ രീതിയിൽ ഭാരതത്തിന് ഒരു എപ്പോഴും കൂറു പുലർത്തുന്ന ഹൈന്ദവ സമാജത്തെ ആക്രമിച്ചിട്ട് പോലും അവിടുത്തെ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ പിന്തുണച്ചുകൊണ്ട് മമതാ ബാനർജി ഒരു പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ വിരുദ്ധം തന്നെയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും മിണ്ടാനായിട്ട് മമതാ ബാനർജി ഇന്നോളം തയ്യാറായില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അറിയാം ആരെയാണ് പ്രീണിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജിഹാദി ഗ്രൂപ്പുകളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ BJP എല്ലാ മേഖലയിലും കടന്നു കയറുമെന്നുള്ള രീതിയിലേക്ക് അറിയാം. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നടന്നിരിക്കുന്ന ഒരു ബന്ദ് ആ ബന്ദ് BJP ആണ് നടത്തിയത്, സംസ്ഥാന തലത്തിൽ നടന്നതാണ്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എവിടെയാണോ ബന്ദിനെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ സമരത്തിനായിട്ട് ഇറങ്ങുന്നത് അവിടെ ആക്രമണങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ നിരന്തരമായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർത്ത് കളയുക, അതുവഴി തങ്ങളുടെ ഗുണ്ടകളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് മമതാ ബാനർജി നിരന്തരമായിട്ട് പശ്ചിമ ബംഗാളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും എന്നുള്ളതിൽ തർക്കമില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ പേരിൽ ഇന്ത്യ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായിട്ട് മമതാ ബാനർജിയുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് പശ്ചിമ ബംഗാളിലെ ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പ്രീണന നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പോലും ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് ഇവരാരും തയ്യാറല്ല. ഇവരാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് BJPക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പശ്ചിമ ബംഗാളിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും പരമാവധി മമതാ ബാനർജിക്ക് എത്രത്തോളം ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ലഭിക്കുമോ അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുക എന്നുള്ള നയം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് എന്നൊരു തർക്കമില്ല. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു യുവ ഡോക്ടർ ഇതുപോലെ ക്രൂരമായിട്ട് മരണത്തിനിരയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ, തെരുവിലേക്ക് ഇറങ്ങാനായിട്ട് ഇന്ത്യ സഖ്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറായില്ല. മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിയോട് മാധ്യമപ്രവർത്തകർ ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് താനിപ്പോ വന്നിരിക്കുന്ന റായ്ബറേലിയിലെ ദളിത് യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ്. ആ വിഷയത്തെ പറ്റി നിങ്ങൾ ചോദിക്കും, മറ്റുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് താനിപ്പോ ഇറങ്ങി വന്നത് അമ്മയുടെ ഓഫീസിൽ നിന്നല്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെതിരേക്ക് ഒരുപാട് പ്രതിഷേധിക്കുന്ന കേരള മാധ്യമങ്ങൾ മമതാ ബാനർജിക്കെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ മൗനം നടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് മാത്രം അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. തർക്കമില്ല. അപ്പോ പാകിസ്ഥാനെയും അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയും കൃത്യമായിട്ട് പിന്തുണക്കുന്ന നിലപാടിലേക്ക് മമതാ ബാനർജി മാറിയിരിക്കുന്നത് അത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് തന്നെ വേണം കാണാൻ. എങ്ങനെയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മമതാ ബാനർജിക്കെതിരെ ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ യാതൊരു തർക്കമില്ല. ബിബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.